ഹായ് ഗായ്സ്, മാർക്കറ്റ് മിനിസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വളരെ നല്ലൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമുക്ക് ആദ്യം ഈ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടായിരുന്നു. ആ ട്രയാങ്കിൾ പാറ്റേൺ നല്ല രീതിയിൽ ഫോം ചെയ്തു. അതായത് 3 ടച്ച് ട്രെൻഡ് ലൈൻ നമുക്കതിന് ശേഷം ട്രയാങ്കിൾ പാറ്റേണിൽ കാണാം. ഈ 3 ടച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ റീടെസ്റ്റിന് ശേഷം മാർക്കറ്റ് സ്ട്രെയിറ്റ് ഫോൾ ആണ് തന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഈ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോസിലായിട്ട് ഞാൻ പറയുകയുണ്ടായി. കാരണം ഓൾറെഡി മാർക്കറ്റിൻ്റെ എല്ലാ മൂവിങ് അവറേജും താഴെയാണ് നമ്മുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. ആസ് എ സ്വിംഗ് ട്രേഡർ നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ ലുക്കൗട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആയിരിക്കണം. ഡെഫിനറ്റ്ലി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മോശമായി പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അഥവാ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടെന്ന് തന്നെ തോന്നിയാലും ചില സ്റ്റോക്സിൽ ഡെഫിനറ്റ്ലി സെറ്റപ്സ് ഉണ്ടാകും, പക്ഷേ ആ സെറ്റപ്സ് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഫോൾ എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡിൽ എക്സ്ട്രീമായിട്ട് ഉള്ള ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് പ്രഷർ വീക്ക്നെസ് ഉണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഡെഫിനറ്റ്ലി ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നമ്മൾ ഡെഫിനറ്റ്ലി അത് ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ 200 പീരീഡ് മൂവിങ് ആവറേജും കൂടെ താഴെയാണ് ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെയധികം ഒരു മോശം സിനാരിയോ ആണ് മാർക്കറ്റിന്. ഡെഫിനറ്റ്ലി ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ കൂടെയും നമ്മളോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര റെഡ് ക്യാൻഡിൽസ് നമുക്ക് ഓൾറെഡി വന്നു. 1 2 3 4 5 6 7 8 റെഡ് ക്യാൻഡിൽസ് ഓൾറെഡി നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു മാർക്കറ്റും ഞാൻ ഇങ്ങനെ അങ്ങ് താഴത്തേക്ക് വീഴില്ല, പക്ഷേ ഇങ്ങനെയാണ് വീഴുക അല്ലേ. അതായത് വലിയൊരു മൂവ് ടു ഡൗൺ സൈഡ്, പിന്നെ മൂവ് ടു ദ സ്മോൾ പുൾ ബാക്ക് ടു ദ അപ്പ് സൈഡ്, വീണ്ടും ഒരു ഫോൾ പുൾ ബാക്ക്. അങ്ങനെയല്ല എല്ലാ മാർക്കറ്റ്സും മുകളിലേക്ക് പോവുകയാണെങ്കിലും സെയിം സിനാരിയോ ആണ്. മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇങ്ങനെ മുകളിൽ പോയി ചെറിയ പുൾ ബാക്ക് ആണ്, മുകളിൽ പോയി ചെറിയ പുൾ ബാക്ക്, മുകളിൽ പോയി. ഇതാണ് മാർക്കറ്റിൻ്റെ മൂവ്. ഇത്രയും ക്യാൻഡിൽസ്, അതായത് 8 ക്യാൻഡിൽസ് ഒരുമിച്ച് താഴത്തേക്ക് വന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്ട്രെയിറ്റ് ഫോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അഥവാ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ഫോൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഐഡിയൽ കേസ് സിനാരിയോ ഇവിടെ നിന്ന് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ വീഴാനാണ് പ്രോബബിലിറ്റി അല്ലേ. ലൈക്ക് മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് പ്രോബബിലിറ്റി ആയിട്ട് തോന്നുന്നത്. ദാറ്റ് ഈസ് ഓൾ ഫോർ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന് സപ്പോർട്ട് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാം. നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ഗ്യാപ്പൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് സ്ട്രെയിറ്റ് അപ്പ് ഒരു മൂവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഈ ഒരു ലെവലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ കൂടിയും നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് എക്സ്ട്രീംലി സ്ട്രോങ് ആണ് ആസ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. അതായത് റിലേറ്റീവ്ലി സ്ട്രോങ് ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഈസ് വെരി ഹൈ ഇൻ നിഫ്റ്റി ആസ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് നിഫ്റ്റി എന്ന ഇൻഡെക്സ് ഈ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രീംലി ചോപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു അപ്പ് മൂവ് തരുന്നില്ല എന്നാൽ ഡൗൺ മൂവ് തരുന്നില്ല. പക്ഷേ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഐഡിയൽ കേസ് സിനാരിയോയിൽ ഈ ഒരു ലെവലിന് താഴെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ, നല്ലൊരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി നല്ല രീതിയിൽ താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി എല്ലാ മാർക്കറ്റും അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്സും അതർ ദാൻ നിഫ്റ്റി 50 സ്റ്റോക്സ് ഡൗൺ ആണ്. ഡെഫിനറ്റ്ലി നിഫ്റ്റി ഓൾസോ ഹാസ് ടു ഫോളോ ദ മാർക്കറ്റ്, റൈറ്റ്. നിഫ്റ്റി ചെറിയ റെസിസ്റ്റൻസ് ആദ്യം കാണിച്ചാൽ കൂടിയും ഡെഫിനറ്റ്ലി ഈ ഒരു 2 ഇൻഡെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പും നിഫ്റ്റി 50 തമ്മിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു കോറിലേറ്റഡ് മൂവ് വരും. ആ ഒരു കോറിലേറ്റഡ് മൂവ് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കാരണം നിഫ്റ്റിയിൽ നല്ലൊരു ഫോളോ വന്ന ആ സമയത്ത് തന്നെ ചിലപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരേപോലെ തന്നെ ഫോളോ വരും. മാർക്കറ്റ് ആ സമയത്തായിരിക്കും എല്ലാവരും മാർക്കറ്റ് ക്രാഷായി എന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷേ മാർക്കറ്റിലെ ക്രാക്സ് നമ്മൾ നേരത്തെ മുതലേ കണ്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ ബ്രെത്ത് അനാലിസിസ് വീഡിയോയിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ അനാലിസിസിലും പല വീഡിയോയിലായിട്ട് കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഞാൻ പറയുകയുണ്ടായി എത്രമാത്രം നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് മാർക്കറ്റിലുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. FIAs ആൻഡ് DIAs ബൈയിങ് ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണ്ടി പറയേണ്ടി വരും. ഡെഫിനറ്റ്ലി DIAs ചെറിയ രീതിയിൽ ബൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ FISൻ്റെ സപ്പോർട്ട് ഇല്ലാതെ മാർക്കറ്റിൻ്റെ എക്സ്ട്രീംലി ഗുഡ് മൂവ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു 2023 കഴിഞ്ഞിട്ടുള്ള ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു മൂവില്ലേ, ഇങ്ങനത്തെ ഒരു മൂവ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല ഏത് FISൻ്റെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, റൈറ്റ്? സോ റൈറ്റ് നൗ മാർക്കറ്റ് അതിൻ്റെ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു എല്ലാ മാർക്കറ്റും ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്. അപ്പോൾ അത് റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിച്ചു നീട്ടി താഴത്തേക്ക് വലിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് മുകളിലേക്ക് തെറിക്കും. അതുപോലെ തന്നെ മുകളിലേക്ക് വലിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് താഴത്തേക്ക് വരും. അപ്പം അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അല്ലേ? ഫാസ്റ്റ് മൂവ് ടു ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്പ് മൂവ് ഉണ്ടാവും. ഒരു ഫാസ്റ്റ് മൂവ് ടു ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവ് ടു അപ്പ് മൂവ് വന്നു കഴിഞ്ഞാൽ ഒരു ഡൗൺ മൂവ് ഉണ്ടാവും. സോ ഐഡിയൽ കേസ് സിനാരിയോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ചെറിയൊരു കൺസോളിന് ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് അല്ലെങ്കിൽ ഡൗൺ മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി ചെറിയ ഡൗൺ മൂവിന് ശേഷമായിരിക്കും അപ്പ് മൂവ് ഈ ഒരു കേസിൽ വരിക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. സോ അതാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. സോ നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ് ടു ഡൗൺ സൈഡ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ലൊരു അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ RSI. സോ RSI ചാർട്ട് 14 പീരീഡ് RSI ആണിത്. ഈ RSI നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ RSIയിൽ ലോവർ ഹൈസ് ഓൾറെഡി ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടുന്ന് ഇങ്ങനെയാണ് RSIൻ്റെ ട്രെൻഡ്, മുകളിൽ നിന്ന് താഴത്തേക്ക്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിഫ്റ്റിയിൽ ഹയർ ഹൈസ് ആണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റി. സോ RSIൻ്റെ ഈ ഒരു ട്രഫിൽ നിന്ന് ഈ ട്രഫിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 3 ടച്ച് ട്രെൻഡ് ലൈൻ കിട്ടും. ആ 3 ടച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റീടെസ്റ്റിന് ശേഷം വീണ്ടും താഴത്തേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി RSI ഈ ഒരു ലെവലിലേക്കൊക്കെ വരാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ 30-40 ലെവലിലേക്കൊക്കെ വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ആ പ്രോബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ട് നിഫ്റ്റിയെ കണ്ടിരിക്കുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു ബ്രെഡ്ത്ത് മോശമാണ്, പിന്നെ പറഞ്ഞ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾറെഡി നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പം നിഫ്റ്റി ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് RSI ഡൈവേർജൻസ്, RSI ബ്രേക്ക് ഡൗൺ, ഡൈവേർജൻസ് ശേഷം എന്നീ സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ എല്ലാ സിനേരിയസും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിഫ്റ്റിയും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ നിഫ്റ്റി കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു ആസ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓർ മിഡ് ക്യാപ്പ് ഇൻഡെക്സ്. സോ നിഫ്റ്റിയും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീക്ക്നെസ് എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ദ മാർക്കറ്റ് ഇപ്പോഴും നെഗറ്റീവാണ്. സോ ഐ ആം എക്സ്പെക്റ്റിംഗ് എ നെഗറ്റീവ് ഓഫ് മന്ത് ഇൻ ജാനുവരി ആസ് വെൽ ആസ് ഇവിടെ നിന്നൊരു മേ ബി ഈ ലെവലൊക്കെ റൈറ്റ് നിഫ്റ്റി ഈ ഒരു ലെവലിലേക്കൊക്കെ നിഫ്റ്റി വരാം. ഈ ലെവലൊക്കെ നിഫ്റ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഈസി ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ അനാലിസിസ് ഫോർ ടുഡേ. സോ നിഫ്റ്റിയിലെ ഈ ഡൈവേർജൻസ് കാണിച്ചു തരുന്നു എന്നായിരുന്നു എൻ്റെ ഈ വീഡിയോൻ്റെ മേജർ ലക്ഷ്യം. സോ ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ് ദ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ till the next video, happy trading and happy investing. See you and bye.